ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആക്കാൻ പറ്റും. അതിൻ്റെ ലൈവ് റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇതിന് മുന്നത്തതും കൂടെ ആയിട്ടുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ആകെ വേണ്ടുന്ന കുറച്ച് പാലിലോട്ട് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കുറുകിയെടുക്കുക. ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓട്സിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് കുറുക്കി നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. നിങ്ങൾക്ക് ഇതിന് ഓട്സിന് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ തരിയില്ലാത്ത അരിപ്പൊടിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കടലമാവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് വേണം എടുക്കാൻ. എനിക്ക് ഓട്സ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫേസിലിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് വൈപ്പ് ചെയ്ത് കളയാം. വൈപ്പ് ചെയ്ത് കളയുമ്പോൾ അടിപൊളി. അതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരുപാട് ഡ്രൈ ആക്കി നിങ്ങളുടെ സ്കിന്ന് വലിയുന്ന പരുവത്തിൽ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നിങ്ങൾക്കിത് വൈപ്പ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ നെക്കിൽ മാത്രം, ഫേസിൽ മാത്രമായിട്ട് ഇട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ നെക്കും ഫേസും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടിപൊളി റിസൾട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാക്കിൽ നിന്ന് റിസൾട്ട് കിട്ടിയിരിക്കും. വേറെ എന്തൊക്കെ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചാൽ യൂസ്ഫുൾ ആവും.